വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള നോമ്പുതുറ വിഭവമായിട്ടാണ്. അതായത് കുഞ്ഞിക്കലത്തപ്പം. അപ്പൊ എനിക്കൊക്കെ കുഞ്ഞിക്കലത്തപ്പം എന്ന് പറയുന്ന ഒരു പുതിയ വിഭവമായിരുന്നു. കാരണം തൃശ്ശൂർക്കാരിയായ എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് വന്നപ്പോഴാണ് ഇതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഹാരിഫ, കണ്ണൂരുള്ളതാണ്, പക്ഷെ ദുബായിലാണ് താമസിക്കുന്നത്. ഹാരിഫയുടെ അടുത്ത് ചോദിച്ചിട്ടാണ് റെസിപ്പി മനസ്സിലാക്കിയത്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ എളുപ്പമായി തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലേക്ക് വേണ്ടു. ചെറിയ ചെറിയ കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ പുറകിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, ഒരു അത്ഭുതം തോന്നി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ തിരിച്ചറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ കേട്ടു. നിങ്ങൾ കമന്റ്സ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തമാകും. അപ്പോൾ എന്തായാലും ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ അതിന്റെ കൂട്ടം കഴിക്കാനുള്ള തേങ്ങ വെച്ചിട്ടുള്ള ഒരു കൂട്ടുണ്ട്, അതും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായ കുഞ്ഞിക്കലത്തപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുഞ്ഞിക്കലത്തപ്പം എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ഗ്ലാസ് കൈമ റൈസ്, അതായത് നമ്മൾ എന്താ പറയുക, ജീരകശാല അരി എന്നൊക്കെ പറയില്ലേ, കൈമ റൈസ് ആണ്. വളരെ ചെറിയ നേരിയ അരി 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വൈറ്റ് റൈസ്, പച്ചരി. അതിന് പകരം നിങ്ങൾക്ക് ഇഡലി ഉപയോഗിക്കാം, വൈറ്റ് കുറുവ റൈസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ മൂന്നിലും ഏതെങ്കിലും 1 ഗ്ലാസ് എടുക്കുക. അതുപോലെ തന്നെ കൈമ റൈസ് 1/2 ഗ്ലാസ് എടുക്കുക. ചിലവർ ഒരേ അളവിൽ എടുക്കാറുണ്ട്. അതായത് 1 ഗ്ലാസ് കൈമ റൈസിന് 1 ഗ്ലാസ് വൈറ്റ് റൈസ് എന്നുള്ള കണക്കിൽ എടുക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഇങ്ങനെയാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് തന്ന റെസിപ്പിയാണിത്, കണ്ണൂരുള്ള ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരി തന്ന റെസിപ്പി അനുസരിച്ച് ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ല സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു. ഹാരിഫ, താങ്ക് യു സോ മച്ച്. പിന്നെ വേണ്ടത് നമുക്ക് 3 ടേബിൾ സ്പൂൺ ചോറ്. അതിപ്പോൾ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മട്ട അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ഈ അരി വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ട്, പക്ഷെ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഇട്ടാൽ മതിയാകും. ഇനി നമുക്ക് നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കണം. ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് കളയണം. ഒരു അരിപ്പയിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയാം, നമുക്ക് വെള്ളത്തിന്റെ കണക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വെള്ളം കളഞ്ഞത്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഇതങ്ങ് അരച്ചെടുക്കാം. പിന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ വെള്ളത്തിന്റെ അളവില്. അത് നിങ്ങൾ നോക്കിക്കോളൂ, കൺസിസ്റ്റൻസി നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഞാൻ കുറച്ച് ഇതിന്റെ പകുതി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചോറ് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇപ്പൊ തന്നെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ് കേട്ടോ, കാരണം അതിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പോൾ ഞാൻ ഇതിന്റെ പകുതി ആദ്യം ഇട്ട് കൊടുക്കുക, അടുത്ത ബാച്ചിലേക്ക് ബാക്കി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 4 ഏലക്കയുടെ ഉള്ളിലത്തെ കുരുവാണ്. അതായത് ഏലക്കയുടെ തൊലി എടുക്കുന്നില്ല ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി എടുക്കാം, പക്ഷെ നന്നായിട്ട് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ അത്ര നന്നായിട്ട് ഉണ്ടാവില്ല. കാരണം ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കുരു മാത്രമേ എടുക്കുന്നുള്ളൂ, 4 എണ്ണത്തിന്റെ. അതായത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ എടുത്തോളൂ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ അതിന്റെ എണ്ണം. ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പും ഈ പറഞ്ഞ പോലെ നോക്കിയിട്ട് ഇടണം, ഒരുപാട് ആദ്യം ഇടണ്ട. ഇനി അതിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ആദ്യം നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കരുതേ. ഇത് കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സംഭവം റെഡിയായി വരില്ല. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ആദ്യം ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ് പോലെ ഒഴിച്ചിട്ടില്ല, അതിനേക്കാളും കുറച്ച് ഒഴിച്ചിരിക്കുന്ന. അവസാനം ഞാൻ പറഞ്ഞുതരാം ഞാൻ എത്ര വെള്ളം മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുള്ള മാവ് നമുക്കൊരു പാത്രത്തിലോട്ട്, ഞാനൊരു ഗ്ലാസിന്റെ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. വളരെ നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ബാക്കിയുള്ള അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതും അരച്ചെടുക്കുക. വെള്ളം എപ്പോഴും സൂക്ഷിക്കണം. ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഇതും വളരെ നൈസായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അങ്ങനെ മൊത്തത്തിൽ ഞാൻ അടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം എടുത്ത് വെക്കണം, അടച്ചു വെക്കണം. അത് കൂടുതൽ സമയം ഇരിക്കുന്നവരും അത്രയും നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 1 മണിക്കൂർ അടച്ചു വെക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷം എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും 1 മണിക്കൂറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ, ഇതിന്റെ മധുരവും ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ട്.
ആദ്യം ഒരു അപ്പം ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു മടുപ്പ് തോന്നും. അപ്പോൾ 1/4 കപ്പ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിവേ നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂറിൽ അറിയായി കേട്ടോ. എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും 1 മണിക്കൂറിന് മേലെയായി. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന അപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന സെറാമിക് ഇലക്ട്രിക് ഗ്ലാസ് സ്റ്റോപ്പാണ്. അപ്പോൾ അതിന്റെ മുകളിൽ അപ്പച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പ്രോപ്പറായി കിട്ടണമെങ്കിൽ ശരിക്കും ഗ്യാസ് സ്റ്റവ് എൻ്റെ അടുത്തുള്ള കാരണം ഞാൻ അതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഓക്കെ. സാധാരണ രീതിയിലുള്ള ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് കുഴിയുള്ള ചട്ടിയല്ല, ചെറിയ കുഴിയുള്ള ചട്ടി. അതിൽ ഒരുപാട് എണ്ണ ഒഴിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അതുകൊണ്ട് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് തനതായ രുചി കിട്ടുക. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ചട്ടിയിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നെയ്യപ്പം പോലെ അങ്ങ് പൊങ്ങി വരും. നന്നായി ചൂടാവണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് വെക്കുക. ചെറിയ അടുപ്പിലാണ് ഞാനിവിടെ അപ്പച്ചട്ടി വെച്ചിരിക്കുന്നത്. ചെറിയ അടുപ്പിൽ ഹൈ ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഈ എണ്ണ നന്നായി ചൂടാവണം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചൂടാവുന്നതിനേക്കാൾ മുൻപായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം റെഡി ആവില്ല. അത് ഏറ്റവും ശ്രദ്ധിക്കുക. അതിനേക്കാളും പകരമായിട്ട് ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്ന കാരണം നമുക്ക് വെളിച്ചെണ്ണ കോരിയൊഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്ന് കോരി ഒഴിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൽ എണ്ണ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഈസി ആയി തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഐഡിയ പ്രയോഗിച്ചത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മേലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നിന്നാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് മിഡിൽ പോർഷൻ വേവുള്ളൂ, കുക്കായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ മിഡിൽ പോർഷൻ കുക്കാവാതിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം കുറയ്ക്കാം. എന്നിട്ട് കംപ്ലീറ്റ് കുക്കാവുന്ന വരെ നമുക്കിത് ഇതിന്റെ മേലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ കോരി ഒഴിച്ചുകൊണ്ടേ ഇരിക്കാം. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിക്കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ടോ മാറ്റാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ അപ്പം ഒഴിക്കുകയാണേ. ഇച്ചിരിയുള്ളൂ, ചെറിയ അപ്പം. ഈ അളവിൽ നിന്ന് എത്ര എണ്ണം കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറത്ത് ചെറിയ ക്രിസ്പിനെസ് ഉണ്ടാവും. സൈഡിലൊക്കെ നമ്മുടെ അപ്പം കഴിക്കുന്ന പോലെ, നെയ്യപ്പം കഴിക്കുന്ന പോലെ തന്നെ. സോ അതും ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ എളുപ്പമാണ് ഉണ്ടാക്കാൻ. എണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ശരിയാവില്ല കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒഴിക്കണം. അതിനുശേഷം ആ മിഡിൽ പോർഷനിലോട്ട് ആ പദം ഇങ്ങനെ നീങ്ങി വരുന്ന സമയത്ത് മാത്രം തീ കുറയ്ക്കാം, മീഡിയത്തിലോട്ട് മാറ്റാം. ലാസ്റ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഈസിയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി വരണമെന്നില്ല. 2-3 ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ചെയ്ത പോലെ അപ്പുറത്ത് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവിടെ നിന്ന് കുറച്ച് എണ്ണ ഒഴിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ എണ്ണ ഇതിൽ തന്നെ ആകുമ്പോഴാണ് ഈ നെയ്യപ്പം പോലെ പൊന്തിപ്പോകാനുള്ള ചാൻസ് ഉള്ളത്. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ 2-3 നെയ്യപ്പം പോലെ ആയി എനിക്ക് സംഭവം. പിന്നെയാണ് അതിൻ്റെ ഗുട്ടൻസ് പിടി കിട്ടിയത്. അപ്പോൾ ലാസ്റ്റത്തെയും അപ്പം നമുക്ക് എടുക്കാം. ഇതിൻ്റെ എണ്ണ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ടോ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കണമെങ്കിൽ ജസ്റ്റ് അവനിൽ വെച്ചിട്ട് ഒരു 10-20 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയാൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടായിരുന്നോളും. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ പണ്ടം എന്ന് പറയുന്ന സംഭവം, അതായത് തേങ്ങ വെച്ചിട്ടുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് 13 എണ്ണമാണ് കേട്ടോ എനിക്ക് ഈ അളവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മീഡിയം സൈസ്. നിങ്ങൾക്ക് വലുതാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോളൂ, വലുപ്പം കൂട്ടിക്കോളൂ. പക്ഷേ മീഡിയം സൈസ് കുഞ്ഞിക്കലത്തപ്പം നമുക്ക് 13 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങാക്കൂട്ട് റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ചെറിയൊരു അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. 7 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണോളം ഏലക്ക പൊടി. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് തിട്ടപ്പെടുത്തണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അപ്പം അത്യാവശ്യം സ്വീറ്റ് ആണ്. പിന്നെ ഇതിൽ ഒരുപാട് മധുരത്തിന്റെ ആവശ്യമില്ല. ഞാനൊരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ എന്ത് സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലൊരു വാസന വരുന്നത് വരെ അങ്ങ് നമ്മുടെ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ്. ഞാനൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1/4 ഭാഗം വേവിക്കുക. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിലാണ് വെച്ച് വെറുതെ തുറന്നു വെച്ചിട്ടാണ് വേവിച്ചിരുന്നത്. കാരണം കുക്കറിലാണെങ്കിൽ ചിലപ്പോൾ ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചു. അപ്പൊ 1/4 വേവാവുന്ന സമയത്ത് നമുക്ക് അങ്ങ് ഊറ്റി മാറ്റി വെക്കുക. അപ്പൊ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉപ്പല്ല. അതിന് ഉപ്പില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന്റെ ലാസ്റ്റ് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഐ മീൻ ഇതിന്റെ മധുരം നോക്കട്ടെ. മധുരം കുറവാണെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. മധുരം പെർഫെക്റ്റ് ആണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ എനിക്ക് ഒന്നും കൂടെ ആവാനുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരുള്ളൂ നമ്മുടെ തേങ്ങയ്ക്ക്. പിന്നെ മാത്രമല്ല ആ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകും. പഞ്ചസാര ഇങ്ങനെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു നനവ് ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് നന്നായിട്ട് വറുത്തതിന് ശേഷം തേങ്ങ, കടലപ്പരിപ്പ് വേവിച്ചത് ഒരുപാട് വെന്ത് കുടയാൻ പാടില്ല. ഒന്ന് കടിക്കാൻ കിട്ടണം. അതേസമയം കുക്കാവണം കേട്ടോ. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇതുപോലെ വേറിട്ട് കിടക്കണം കടലപ്പരിപ്പ്. അതാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കൂട്ടിയിട്ടാണ് നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം കഴിക്കുക പോലും. സത്യം പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഇതെല്ലാം പുതിയ അറിവാണ് കേട്ടോ. അങ്ങനെ പുതിയ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാരണം നമ്മളിതൊന്നും കഴിച്ചിട്ടില്ല. കേരളത്തിന്റെ പല ഭാഗത്തും പല രുചികളുണ്ടെന്ന് അറിയുമ്പോൾ ഇത് സന്തോഷം. ട്രൈ ചെയ്യാനും സന്തോഷം. അപ്പോൾ ഇതുപോലത്തെ ഞാൻ ചെയ്യാത്ത റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്രേ ഉള്ളൂ. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് ഒന്നും കൂടെ ടേസ്റ്റ് നോക്കിക്കോളൂ. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനും ഗ്രീൻ പാർക്കിൽ ഇല വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇല വന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് സെറ്റപ്പ് ചെയ്യാൻ. അതിനുശേഷം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ നോമ്പെടുക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ മുന്നിൽ വെച്ചിട്ട് ഇത് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം 6 മണിക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഞാൻ മിക്കവാറും പകൽ സമയത്താണ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്താൽ ശരിയാവുള്ളൊരു കാര്യമില്ല. ടേസ്റ്റി ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാലോ. അപ്പോൾ എന്തായാലും ഞാൻ അത് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് ഇവിടേക്ക് മാറ്റിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ വെക്കുമ്പോൾ കളർ കറക്റ്റായിട്ട് അറിയുന്നില്ലേ. സോഫ്റ്റ്നെസ് കണ്ട ഇതുപോലെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കണം. അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ സോഫ്റ്റ്നെസ് വരുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടിരിക്കും നമ്മുടെ തേങ്ങ. ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇവിടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നല്ല അറകൾ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നെയ്യപ്പത്തിൻ്റെയൊക്കെ വേറൊരു സംഭവം. ഉള്ളിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അറകളുണ്ട്. സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ സോഫ്റ്റും അതേസമയം പുറത്ത് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. അപ്പം ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കുറച്ച് മുകളിലോട്ട് ആ സംഭവം പൊന്തി പോകുന്നതാണ്. ഉള്ളിൽ നടുവിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്നപ്പോഴത്തെ മാവ് ഇങ്ങനെ നടുവിൽ ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസം ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്. അതെന്താ റീസൺ എനിക്കറിയില്ല. അതോടെ ആയിരിക്കും ആൺകുട്ടിയും പെൺകുട്ടിയും തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നു ആചാരപ്രകാരം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നോമ്പുതുറ റെസിപ്പീസ് ഞാൻ ഓൾമോസ്റ്റ് കുറേ റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം, പ്ലേലിസ്റ്റിന്റെ ലിങ്ക്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ റെസിപ്പീസും കാണാൻ പറ്റും. ഇനിയും ചെയ്യാത്ത റെസിപ്പീസ് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിലായിട്ട് കൊണ്ടുവരാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്